നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചിപ്സ് തയ്യാറാക്കിയാലോ. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും രുചികരമായിട്ടുള്ള ചിപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 മീഡിയം സൈസിലുള്ള പച്ച ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ കായയുടെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് കത്തി കൊണ്ട് ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാം. തൊലി മാറ്റിയെടുത്തിട്ടുള്ള കാ നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി തുടച്ചെടുക്കാം. തുടച്ചെടുത്തിട്ടുള്ള കാ നമുക്ക് റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരേ രീതിയിൽ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് ഒരേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വെളിച്ചെണ്ണയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഓരോ കായുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇട്ടുടനെ ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പുവെള്ളം തയ്യാറാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിപ്സിന് നല്ലൊരു മഞ്ഞ നിറം കിട്ടും. 2-3 തവണ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളത്തിൻ്റെ അംശം മാറ്റിയിട്ട് നമുക്ക് ചിപ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.